ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് പാർട്ടിക്കിൾ ബോർഡിനെ പറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ബോർഡ് ഡ്യൂറബിൾ ആണോ, നമുക്ക് ഫർണിച്ചറിന് ഇത് നമുക്ക് ഡ്യൂറബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് മെയിൻ കൺസേൺ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, അതായത് മോർ ദാൻ 10 years ഓഫ് എക്സ്പീരിയൻസിൽ എനിക്ക് പാർട്ടിക്കിൾ ബോർഡിനെ പറ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കസ്റ്റമേഴ്സ് പാർട്ടിക്കിൾ ബോർഡ് മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അതായത് 18 mm തിക്നെസ് ഉണ്ടോ, പാർട്ടിക്കിൾ ബോർഡിന് 18 mm തിക്നെസ് ഉണ്ടോ എന്നുള്ളതും, ഒപ്പം തന്നെ 2 mm എഡ്ജ് ബാൻഡ് ആണോ ഇതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതും, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം ഈ ഫർണിച്ചർ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ. പിന്നെ അത് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ, 166 ഡിഗ്രി ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് 2 mm എഡ്ജ് ബാൻഡ് ഇതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇത് സ്ട്രോങ് ആയിട്ട് ഫിക്സ് ആവുള്ളൂ. അതേസമയം അല്ലാതെ 0.5 mm ഫർണിച്ചറുകൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ ബോർഡ് വളരെ വില കുറച്ച് കിട്ടും. അറ്റ് ദി സെയിം ടൈം നമുക്ക് ഡാമേജ് ആവും. എങ്ങനെ ഡാമേജ് ആവും? ഇത് ഈർപ്പം കയറാനുള്ള പോസിബിലിറ്റി കൂടും ഡാമേജ് ആവുമ്പോൾ. കാരണം എഡ്ജ് കട്ടിങ് വളരെ ഷാർപ്പായി ചെയ്താൽ മാത്രമേ എഡ്ജ് ബാൻഡിങ് കറക്റ്റ് ആവുള്ളൂ. ുള്ളത് പാർട്ടിക്കിൾ ബോർഡ് ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ് ആർക്കാണെങ്കിലും. അതായത് ഇപ്പോൾ ഇക്കണോമിക്കലി നമുക്ക് ഫിനാൻഷ്യലി നമ്മുടെ വീട് പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ, നമുക്ക് അമൗണ്ട് ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയലിന്റെ ഏറ്റവും നല്ല ഒരു മെറ്റീരിയലാണ് പാർട്ടിക്കിൾ ബോർഡ്. ബിക്കോസ് ട്രെൻഡിയാണ്, അട്രാക്റ്റീവ് ആണ് ആൻഡ് അഫോർഡബിൾ ആണ്.